ഹായ് ഫ്രണ്ട്സ്, AJ എക്സ്പ്ലോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്ന് ടോട്ടലി വെറൈറ്റി ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമാണ് വന്നിരിക്കുന്നത്. വെറൈറ്റി എന്ന് പറയുമ്പം നിങ്ങൾ വല്ലാണ്ട് കടന്ന് ചിന്തിക്കേണ്ട. ഇപ്പം ഞാൻ സാധാരണ ചെയ്തുകൊണ്ടിരുന്ന ട്രാവൽ വീഡിയോസ് അതേപോലുള്ള വ്ളോഗ്സ് ഒക്കെയാണ്. അപ്പം ഞാൻ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ചിന്തിച്ചപ്പോൾ പുറത്തേക്കൊക്കെ പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം നല്ല വെയിലാണ്, പെരുവെയിലാണ്. അപ്പം പുറത്തേക്കൊക്കെ ഇറങ്ങി ട്രിപ്പ് പോകാനുള്ള ഒരു മൂഡിലൊന്നും അല്ല ഉള്ളത്. അതേപോലെ തന്നെ കൊറോണ സിറ്റുവേഷൻസ് കൂടി വരുന്നുണ്ട്. അപ്പം അതൊക്കെ ഓർത്ത് പ്രശ്നമാകണ്ടല്ലോ എന്ന് ഓർത്ത് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്ത് വീഡിയോ ചെയ്യാം. അപ്പോൾ കുറേ കാലമായിട്ട് ഞാനിങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, എൻ്റെ വീടിൻ്റെ താഴെയായിട്ട് ഗാർഡനിലൊരു ചെറിയൊരു മീൻ കുളം സെറ്റ് ചെയ്യണമെന്ന്. അപ്പം ആ മീൻ കുളം എങ്ങനെ ഉണ്ടാക്കാം, ഇപ്പം ചിലരൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവും എങ്ങനെയാണ് അത് ഉണ്ടാക്കേണ്ടത്, എന്തൊക്കെയാണ് അതിനകത്ത് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ. അപ്പോൾ അതിനെല്ലാം ഡൗട്ട് ഒരു ക്ലിയർ ആകുന്ന രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ആദ്യമായിട്ട് തന്നെ പറയാം, ഈ വീഡിയോയിൽ ഞാൻ എന്തൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന്. അപ്പം അതിനനുസരിച്ച് നിങ്ങൾക്ക് വീഡിയോ കണ്ടുപോകാം. അപ്പോൾ ആദ്യമായിട്ട് തന്നെ ഒരു ഗാർഡനിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു മീൻകുളം എങ്ങനെ ഉണ്ടാക്കാം, അതിനൊക്കെ എന്തൊക്കെ ഉപയോഗിക്കണം എന്നാണ് പറയാൻ പോകുന്നത്. അത് കഴിഞ്ഞ് അതിന് ശേഷം ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ ലീക്ക് പ്രൂഫ് ആയിട്ടുള്ള പെയിൻറ്റ്സ് ഉപയോഗിക്കണം, ഇല്ലെങ്കിൽ വെള്ളം ലീക്കായി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഈ ഒരു ലീക്ക് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പഴയ ഫിഷ് ടാങ്ക് ഒക്കെ ഉണ്ടെങ്കിൽ, ലീക്കുള്ള ഫിഷ് ടാങ്ക് ഉണ്ടെങ്കിൽ പ്ലാസ്റ്റിക് വീട് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പം അവിടെ നമുക്ക് ഉപയോഗിക്കാം. അതേപോലെ തന്നെ പുതിയതായിട്ട് ഉണ്ടാക്കുമ്പം ലീക്ക് പ്രൂഫായിട്ട് ആദ്യമേ തന്നെ സിമെൻ്റൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യാം. അപ്പം ഇങ്ങനെ ഈ രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ഇവിടെ എൻ്റെ പൂളുണ്ട്, ഫിഷ് പൂളുണ്ട്. അപ്പം അതിനകത്ത് ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം വരുന്ന വീഡിയോസിൽ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് വീഡിയോസാണ് പ്ലാൻ ചെയ്യുന്നത്. ഇതിനകത്ത് താമര സെറ്റ് ചെയ്യണം, ആമ്പലല്ല താമര സെറ്റ് ചെയ്യണം. അതേപോലെ തന്നെ കുറച്ച് വെറൈറ്റി, നമുക്ക് ഏതൊക്കെ മീനിനെ ഒരുമിച്ച് വളർത്താൻ പറ്റും എന്നുള്ള അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോസ് ഒന്നും മിസ്സാകാണ്ടിരിക്കാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാണ്ടിരിക്കുക. എങ്കിലേ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് വരത്തുള്ളൂ, ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. സോ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഫ്രണ്ട്സ്, ആദ്യമായിട്ട് തന്നെ ഞാൻ എങ്ങനെയാണ് ആ ഒരു ഫിഷ് പൂള് സെറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. ഗാർഡനിലൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഞാനതൊന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. നമ്മൾ ഇങ്ങനെ ഒരു കുളം സെറ്റ് ചെയ്യുന്ന സമയത്ത് ഞാനിവിടെ ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് ഈ നിങ്ങളെൻ്റെ പുറകെ കാണുന്ന പോലെ ഒരു ഡിസൈൻ, നമുക്ക് ഏതൊരു ഡിസൈനിലാണോ അവിടെ ചെയ്യാൻ പറ്റുക ആ ഒരു ഡിസൈനിൽ നമ്മൾ ജസ്റ്റ് അവിടെ ഒരു കുഴി കുഴിച്ചുണ്ടാക്കുക. അതിനുശേഷം നമുക്ക് ഇതേപോലെയുള്ള നെറ്റ് നമുക്ക് കടയിൽ നിന്ന് വാങ്ങട്ടും. ഇത് ഇരുമ്പിൻ്റെ ഒരു വലയാണ്. അപ്പം ഇതേപോലുള്ളൊരു വല നമ്മൾ വാങ്ങുക, എന്നിട്ട് അത് അതിൻ്റെ ഉള്ളിൽ വിരിക്കുക. ആ ഒരു കുഴി നമ്മൾ ഏത് ഷേപ്പിലാണുള്ളത് ആ ഷേപ്പിൽ അതിൻ്റെ ഉള്ളിൽ വിരിച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒരു കോൺക്രീറ്റ് ചെയ്തിട്ട് എടുക്കുക. അത്രയും മാത്രമാണ് ഞാൻ ഇവിടെ ചെയ്തത്. അതിന് ശേഷം നമ്മൾ ആദ്യത്തെ ഒരു കടമ്പ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മേലെ കുറച്ച് ഗ്രൗട്ട് കലക്കി ഒഴിക്കുക എന്നുള്ളതാണ്. അതും കൂടെ ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനിയാണ് ബാക്കി കാര്യങ്ങൾ വരുന്നത്. ഞാൻ നമ്മൾ കുളം കുഴിക്കുന്നതിൻ്റെ അതേപോലെയുള്ള വീഡിയോസൊന്നും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല. അതൊക്കെ വെറുതെ ഒരു ടൈം വേസ്റ്റ് ചെയ്യാന്നല്ലാണ്ടൊന്നുമില്ല. എങ്ങനെയാണ് കുഴി കുഴിക്കേണ്ടതെന്ന്, എങ്ങനെയാണ് കോൺക്രീറ്റ് ചെയ്യേണ്ടതെന്നല്ല എല്ലാവർക്കും അറിയാം. അപ്പം അത് ചെയ്തതിന് ശേഷം ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെയിൻ്റ് അടിക്കാൻ പോകുന്നതാണ്. പെയിൻറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ലീക്ക് പ്രൂഫായിട്ട് 100% ലീക്ക് പ്രൂഫായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പെയിൻറ്റിംഗ് ആണ്. ആദ്യമായിട്ട് തന്നെ വെള്ളം കെട്ടി നിൽക്കാത്ത അതിൻ്റെ പുറം ഭാഗത്ത് വരുന്ന സ്ഥലത്ത് ഒരു സിമെൻറ്റിൻ്റെ കളർ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അത് മാറ്റാനായിട്ട് ഒരു കളർ അടിക്കാൻ തീരുമാനിച്ചു. അപ്പം അതിനുവേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം, വേണമെങ്കിൽ ഉപയോഗിക്കേണ്ട. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ ഇതാണ് അടിക്കാൻ പോകുന്നത്. അപ്പം ഇങ്ങനെ അടിക്കാൻ ഉദ്ദേശിക്കുന്നവർ ഇൻഡിഗോൻ്റെ പ്രീമിയം എക്സ്റ്റീരിയർ എമുലേഷൻ, അതായത് പുറത്തടിക്കുന്ന പെയിൻ്റാണ്. ഇത് കടയിൽ പോയി ജസ്റ്റ് പറയുകയാണെങ്കിൽ അവരത് സെറ്റ് ചെയ്ത് തരും. അത് മാത്രമല്ല അതിൻ്റെ കൂടെ ഒരു കളർ മിക്സ് ചെയ്യുകയാണെങ്കിൽ കാണാൻ കുറച്ചുകൂടെ അടിപൊളിയായിരിക്കും. ഒരു പാറക്കൊക്കെ വരുന്ന ഒരു കളറാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ അടിപൊളിയായിരിക്കും. അപ്പം ഇത് കുറച്ച് വെള്ളം കൂട്ടി മിക്സ് ചെയ്ത് അടിച്ചെടുക്കുക. അത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി. എൻ്റെ കുളത്തിൻ്റെ ഒരു ഔട്ട്സൈഡ് ഏരിയ കവർ ചെയ്യാൻ ഇത്രയും മാത്രമേ ആവശ്യം വരുന്നുള്ളൂ, കുറച്ച്. അപ്പം അത് നമുക്ക് കുറച്ച് വെള്ളമായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരുപാട് സ്ഥലത്ത് അടിക്കാനായിട്ടുണ്ടാവും. ഇതേപോലെ വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് തന്നെ നമ്മൾ അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം എടുത്ത് മിക്സ് ചെയ്യാം.
പറഞ്ഞതുപോലെ തന്നെ വെള്ളം കെട്ടിക്കിടക്കാത്തത്, അതായത് വെള്ളം ഒഴുകാത്തതും കെട്ടിക്കിടക്കാത്തത്, അതിന്റെ കരഭാഗം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അവിടെ മൊത്തം ഞാൻ പെയിന്റ് അടിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അടിക്കാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം ഒഴുകുന്നിടത്തും വെള്ളം കെട്ടിക്കിടക്കുന്നിടത്തും അടിക്കാനുള്ള പെയിന്റ് ആണ്. അത് ലീക്ക് പ്രൂഫ് ആയിട്ടുള്ള പെയിന്റ് ആണ്. അപ്പം ആ പെയിന്റ് എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നതും എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നും ഞാൻ പറഞ്ഞുതരാം. നമ്മളിവിടെ ലീക്ക് പ്രൂഫ് ആയിട്ട് അടിക്കാൻ പോകുന്ന പെയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്ടർ ഫിക്സിന്റെ ഡാം ഗാർഡ് എന്ന് പറയുന്ന ഒരു പെയിന്റ് ആണ്. അതേപോലെ തന്നെ ഇതിനകത്ത് 2 മിക്സ് ആയിട്ടാണ് വരുന്നത്. 2 ബേസ് ആയിട്ട് ഹാർഡർ ആയിട്ടും 2 ഇതായിട്ടാണ് വരുന്നത്. അത് ഇപ്പം 1 kg പാക്കാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അപ്പം ഇതെങ്ങനെയാണ് മിക്സ് ചെയ്യുന്നത് നോക്കാം. 500 ഗ്രാമിൻ്റെ 2 ബോട്ടിലാണ് നമുക്കിവിടെ ഉള്ളത്. അപ്പോൾ അതിനകത്തുനിന്ന് ഒരു 250 ഗ്രാം ഓരോ ബോട്ടിൽ നിന്നുമാണ് നമ്മളിവിടെ എടുക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ഫസ്റ്റ് ബോട്ടിൽ നിന്ന് ഒരു 250 ഗ്രാം എടുത്ത് ഒരു ബക്കറ്റിലേക്ക് എടുക്കാം. അതിനുശേഷം നമ്മൾ സെക്കൻഡ് ബോട്ടിൽ നിന്നും അതേ അളവിൽ 250 ഗ്രാമോളം നമ്മൾ ബക്കറ്റിലേക്ക് എടുക്കുകയാണ്. ഇച്ചിരി അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാലൊന്നും കുഴപ്പമില്ല, പക്ഷേ ഒരുപാടാകാൻ പാടില്ല. അതിനുശേഷം നന്നായിട്ടിത് മിക്സ് ചെയ്തെടുക്കണം. വെള്ളം ചേർക്കുന്നതിന് മുമ്പ് തന്നെ ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ആകണം. അതിനുശേഷം മാത്രമേ വെള്ളം ചേർക്കാൻ പാടുള്ളൂ. അപ്പം വെള്ളം ചേർക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 1:1:1, അതായത് 250 × 250 × 250 ആ ഒരു അനുപാതത്തിലാണ് നമ്മളിവിടെ വെള്ളം ചേർക്കേണ്ടത്. അപ്പം വെള്ളം ചേർത്ത് കഴിയുമ്പോൾ നല്ലൊരു പേസ്റ്റ് രൂപത്തിൽ നമുക്ക് ഈ പെയിൻറ്റ് കിട്ടുന്നതാണ്. അതിനുശേഷം നമ്മളൊരു ഒരു ബ്ലൂ കളർ സ്റ്റെയിനർ ആഡ് ചെയ്യാം. അതെന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇൻട്രോ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഒരു കുളത്തിലൊക്കെ നമ്മൾ സാധാരണ സ്വിമ്മിംഗ് പൂളിലൊക്കെ അടിക്കുന്ന ഒരു സ്കൈ ബ്ലൂ കളർ കിട്ടുന്നതിനായിട്ട്. അപ്പം അത് എത്ര കളർ നിങ്ങൾക്ക് വേണോ ആ ഒരു ലെവലിൽ നിങ്ങൾ കളർ ആഡ് ചെയ്ത് അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ഈ ഒരു പെയിൻറ്റ് നമുക്ക് അടിക്കേണ്ട കുളത്തിലോ അല്ലെങ്കിൽ ആ ഒരു സ്പേസിൽ ആ ഒരു പ്രതലത്തിൽ നമ്മൾ അടിക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. നമ്മൾ ആദ്യം അടിക്കുന്ന ആ ഒരു ഡയറക്ഷൻ ആയിരിക്കരുത് രണ്ടാമത് അടിക്കും. ഇപ്പം ഞാൻ ഫസ്റ്റ് ഇവിടെ അടിക്കുന്നത് എല്ലാം ഹൊറിസോണ്ടൽ ഡയറക്ഷനിലായിരിക്കും. ഞാൻ കംപ്ലീറ്റ് ഈ കുളത്തിൽ അടിക്കുന്നത് ഹൊറിസോണ്ടൽ ഡയറക്ഷൻ ആയിരിക്കും. അതിനുശേഷം ഞാൻ വെർട്ടിക്കൽ ഡയറക്ഷനിൽ അടിക്കും. അപ്പം ഈ 2 രീതിയിൽ അടിക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം അടിക്കുമ്പം ഹൊറിസോണ്ടൽ അടിക്കുമ്പം നമുക്ക് ഫില്ലാകാത്ത ഗ്യാപ്സ് എല്ലാം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുന്ന ഗ്യാപ്സ് കാര്യങ്ങളെല്ലാം നമ്മൾ വെർട്ടിക്കലി അടിക്കുമ്പം കവറാവും. അപ്പോൾ ടോട്ടലി വാട്ടർ പ്രൂഫായിട്ട് നമ്മുടെ ഈ ഒരു കുളം ആക്ട് ചെയ്യും. ഒരു ലീക്കും ഉണ്ടാകത്തില്ല. ഞാനിവിടെ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഈ അടിക്കുന്ന ഒരു ഏരിയ കംപ്ലീറ്റ് വെള്ളം ഒഴുകുന്നതും വെള്ളം കെട്ടിക്കിടക്കുന്നതും ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ വെള്ളം സർക്കുലേറ്റ് ചെയ്യുമ്പോഴോ കെട്ടിക്കിടക്കുമ്പോഴോ ഒന്നും ഒരു ലീക്കും ഉണ്ടാകത്തില്ല. ആ വെള്ളം അതേപോലെ തന്നെ ഉണ്ടാവും. അപ്പം നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്, ഒരുപാട് ഗുണങ്ങളുണ്ട്. അതെല്ലാം ഞാൻ വരുന്ന എപ്പിസോഡുകളിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. അപ്പം നമ്മൾ ഫസ്റ്റ് കോട്ടിങ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് കോട്ടിങ് അടിച്ച് സെക്കൻഡ് കോട്ടിങ് അടിക്കാനായിട്ട് ഒരു 7 to 8 മണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്യണം. ആ ഒരു സമയം എടുക്കും ഇതൊന്ന് ഉണങ്ങി സെറ്റാൻ. അപ്പം ആ ഒരു സമയത്തിന് ശേഷം നമ്മളിപ്പോൾ അടിച്ചത് ഹൊറിസോണ്ടൽ ആയിട്ടാണ് നമ്മളിപ്പോൾ അടിച്ചത്. ഇനി അടിക്കുമ്പം വെർട്ടിക്കലായിട്ടാണ് അടിക്കുക. അതായത് ഹോൾസ്, അങ്ങനെയുള്ള ലീക്ക് കാര്യങ്ങൾ, ക്രാക്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം ഫില്ലാകാൻ വേണ്ടിയാണ് 2 രീതിയിൽ അടിച്ച് നമ്മൾ സെറ്റാക്കുന്നത്. അപ്പം നമ്മളൊരു 7 to 8 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് സെക്കൻഡ് കോട്ടിങ് അടിക്കാം. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ കോട്ടിങ്ങും അടിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 7 ദിവസത്തേക്ക് നമ്മൾ ഇനി ഡിസ്റ്റർബ് ചെയ്യേണ്ട. 7 ദിവസം എടുക്കും ഇത് കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങി സെറ്റാകാൻ. നമ്മുടെ ക്രാക്ക് അതേപോലെയുള്ള ഹോൾസ് എല്ലാം ഉണങ്ങി സെറ്റായി കംപ്ലീറ്റ് വാട്ടർ പ്രൂഫായിട്ട്, വാട്ടർ റെസിസ്റ്റൻ്റ് ആയിട്ട് ഇത് ആക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 7 ദിവസം എടുക്കും. അതിനുശേഷം നമ്മൾ മീനെ ഇടണമെന്നുണ്ടെങ്കിൽ ഒരു 5-6 പ്രാവശ്യം നമ്മൾ വെള്ളം കയറ്റി ഇറക്കി കളയണം. അതേപോലെ ഞാനിവിടെ സെറ്റ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെല്ലാം ഞാൻ അടുത്ത എപ്പിസോഡിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആമ്പൽ നടുക, അതേപോലെ തന്നെ മീനിനെ ഇറക്കുക, എന്തൊക്കെ മീനുകളെയാണ് ഇറക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അടുത്ത എപ്പിസോഡ് വരും. എപ്പിസോഡൊക്കെ മിസ്സാക്കാണ്ടിരിക്കാൻ വേണ്ടി എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, എങ്കിൽ മാത്രമേ അതിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പം അടുത്തൊരു എപ്പിസോഡുമായിട്ട്, ഇതിൻ്റെ ബാക്കി എപ്പിസോഡുമായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും ബൈ ബൈ.